കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുൻകാലങ്ങളിൽ അത്തരത്തിലൊരു ഭീഷണി ഇല്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിലും ജാഗ്രത പാലിക്കേണ്ടി വരുന്നത്? ഇന്ത്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്താണ്? സൈനികമായിട്ടുള്ളതല്ല. നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെ നമുക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന ത്രെറ്റ് നമ്മളുടെ വിവിധത്വം, നാനാത്വം, നമ്മളുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, നമ്മളുടെ ആൾക്കാരുടെ വ്യത്യാസങ്ങൾ, തെക്കും വടക്കും സ്റ്റേറ്റുകൾ തമ്മിലും ഭാഷകൾ തമ്മിലും എല്ലാത്തിലും നമ്മൾ വളരെ ഡൈവേഴ്സാണ്. ഈ ഡൈവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു ജാതി ഇവരൊക്കെ തമ്മിൽ ഇടപഴകുമ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന ചില ഫ്രിക്ഷൻസ് അല്ലെങ്കിൽ ചില ഇംഗ്ലീഷിൽ അതിന് ഫോൾട്ട് ലൈൻസ് എന്നാണ് പറയുക. അതായത് തമ്മിലൊരു ചെറിയ വിടവുകളുണ്ടെങ്കിൽ ആ വിടവുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു ശ്രമമാണ് നമ്മൾ ഇന്ത്യ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ വിടവുകളെ ആരെങ്കിലും ഉപയോഗിക്കുന്നുമുണ്ട്. പല ഇൻസ്റ്റൻസസ് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഈ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ സമൂഹങ്ങൾ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിലും ഒരു ജാഗ്രത എന്ന് പറയുന്നത് മേ ബി ഓൾ ഓഫ് ഇന്ത്യ ചെയ്യുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല മധ്യപ്രദേശിലും ചെയ്യുന്നതായിരിക്കും ഇത്. പിന്നെ അതിനൊപ്പം തന്നെ മിലിറ്ററി ലെവലിൽ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇപ്പോൾ പലതും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. കോസ്റ്റൽ ഏരിയാസിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് തന്നെയുണ്ട്. വളരെ ഹൈ വാല്യൂ അസറ്റാണത്. നമ്മൾ ഇത്രയും ചിലവാക്കി, ഇത്രയും വിഷമിച്ച്, ഇത്രയും ശ്രമത്തിലൂടെ അത് നമ്മളൊരു ഇൻ്റർനാഷണലി പ്രോഫിറ്റബിളായിട്ടൊരു പോർട്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ അത് സസെപ്റ്റബിളാണ്. ഇന്നത്തെ കാലത്ത് അന്തർവാഹിനികളുണ്ട്, ഇന്നത്തെ കാലത്ത് കപ്പലുകളുണ്ട്. നമ്മുടെ ടെറിട്ടറിയൽ വാട്ടേഴ്സ് വരാതെ തന്നെ ഇതിനെ അറ്റാക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലാണെങ്കിലും നമ്മൾ ചെയ്തതാണ് പലതും അതിർത്തി ക്രോസ് ചെയ്യാതെയാണ് ചെയ്തത്. നമ്മുടെ പ്ലെയിനുകൾ ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാതെയാണ് പാകിസ്ഥാനിൽ പലയിടത്തും ഈ മിസൈലും ബോംബൊക്കെ ചെയ്തത്. അതുപോലെ ചെയ്യാൻ കഴിവുള്ള ആയുധങ്ങളും ചെയ്യാനുള്ള പോർ വിമാനങ്ങളും പടക്കപ്പലുകളൊക്കെ ഉള്ളപ്പോൾ കേരളത്തിലും ജാഗ്രത വേണ്ടേ? ഈ തീരദേശങ്ങളിലെല്ലാം തന്നെ നമ്മൾ അസറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കൊച്ചിയിലാണെങ്കിലും എയർപോർട്ട്സ്, ഇതിലെല്ലാത്തിലും ഇഫക്റ്റീവ്ലൊരു വിതിൻ റേഞ്ചാണ്. എല്ലാം ഇങ്ങനെയുള്ള ആധുനിക പടക്കപ്പലുകൾക്കും ആധുനിക അന്തർവാഹിനികൾക്കും സബ്മറീൻസ്, ആധുനിക പോർ വിമാനങ്ങൾക്കും വിതിൻ റേഞ്ചാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിരോധം പ്രാക്ടീസ് ചെയ്തിരുന്നാൽ നഷ്ടം ഉണ്ടായി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അത്രയേ ഉള്ളൂ ഇതിൽ. കേരളത്തിലെ വിമാനത്താവളങ്ങളിലടക്കം സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് ഉണ്ട്. നമ്മുടെ വിമാനത്താവളങ്ങളും ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയാണ്. വിമാനത്താവളങ്ങൾ എന്നും ജാഗ്രത പാലിക്കേണ്ട സ്ഥിതി ഉണ്ട്. അത് പരസ്യമായിട്ടും അല്ലാതെയും യാത്രക്കാരറിഞ്ഞും അറിയാതെയും പല സ്ഥലങ്ങളിലും എൻഫോഴ്സ് ചെയ്ത് വരുന്നുണ്ട്. യാത്രക്കാരറിയുന്ന പോലുമില്ല എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, എവിടേക്കാണ് ഇതിൻ്റെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്ത് വന്നതാണ് ഈ സെക്കൻഡറി ലാഡർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ബേസിക്കലി അവിടെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊരു താക്കീതും കൂടെ ആയിട്ടാണ്. അവർക്ക് പബ്ലിക്കായിട്ട് പറയുന്നതാണ് ഞങ്ങളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ടാണ്. ഇതല്ലാതെ പല സെക്യൂരിറ്റി ഡിവൈസസും യാത്രക്കാർ അറിഞ്ഞും അറിയാതെയും പലതും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു 10-30 വർഷമായിട്ട് വിമാനം റാഞ്ചിട്ടില്ല ആരും. വിമാനം റാഞ്ചാൻ ആർക്കും പറ്റിയിട്ടില്ല, വേണ്ടാഞ്ഞിട്ടില്ല. പല ഭീകരവാദികൾക്കും അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അത് ചെയ്യാൻ സാധ്യതയില്ലാതെ പഴുതടച്ചതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡറി ലാഡർ ഇതൊരു പബ്ലിക് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് മനുഷ്യർക്ക് ഇനി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്നവർക്ക് പോലും ഒരു ഡിറ്ററൻ്റ് ആയിട്ടാണ്, നേരത്തെ ഒരു വാർണിംഗ് ആയിട്ടാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിക്കൊണ്ടൊന്നുമില്ല. സമീപകാല സംഭവങ്ങളിൽ പാകിസ്ഥാന് പിന്തുണയുമായി വന്ന പ്രധാന രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയുമെല്ലാം. ഒരു തുറന്ന യുദ്ധമുണ്ടായാൽ ഇവർ പാകിസ്ഥാനൊപ്പം നിലകൊള്ളുമോ? എനിക്ക് വിശ്വാസം പോരാ. അതായത് ഒരു തുറന്ന യുദ്ധം നമ്മൾ 65-ലും 71-ലും 99-ലും പാകിസ്ഥാനോട് യുദ്ധം ചെയ്തപ്പോൾ ചൈന സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നതല്ലാതെ വേറെ ഒന്നും
ആക്റ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്യാമായിരുന്ന സമയങ്ങളുണ്ട്, അതിൽ അവർ ചെയ്തില്ല. 65-ൽ പ്രത്യേകിച്ച് അവർക്ക് പലതും ചെയ്യാമായിരുന്നു, അവർ ചെയ്തില്ല. അവർക്ക് ഉപയോഗമുള്ള ചില, അവർക്ക് പ്രത്യക്ഷത്തിൽ ഉപയോഗമുള്ള ചില കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഫോർ ഇൻസ്റ്റൻസ് നോർത്ത് ഈസ്റ്റിൽ ഒരു പാസ് അവർ ഓക്യുപ്പൈ ചെയ്തു. നമ്മളത് വെക്കേറ്റ് ചെയ്തായിരുന്നു 65-ലെ യുദ്ധ കാരണം. അത് അവർ ഓക്യുപ്പൈ ചെയ്തു. അതുപോലെ തന്നെ ചൈന ഓക്യുപ്പൈ ചെയ്തു, അവർക്ക് ലാഭത്തിനായിട്ട്. അവർക്ക് ലാഭമുള്ളതുകൊണ്ട്, പാകിസ്ഥാൻ സപ്പോർട്ടായിട്ടല്ല ചെയ്തത്, അത് അവർക്ക് ലാഭം ഉണ്ടായിട്ടാണ്. അതുപോലെ 63 ഈ യുദ്ധം കഴിഞ്ഞ് 62-ലെ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് ഒരു കശ്മീരിൻ്റെ ഒരു ചെറിയ ഭാഗം എഴുതി കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ അവർക്ക് ലാഭമായിട്ടുള്ള കാര്യങ്ങളാണ് ചൈന ചെയ്തിട്ടുള്ളത് ഇതുവരെ. അതുകൊണ്ട് ഗോയിങ് ബൈ ദ റെക്കോർഡ്, ഇപ്പോൾ റെക്കോർഡ് ഇതുപോലെ ഇങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മാറേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. തന്നെയല്ല, ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്ത്യയാണ് ചൈനയ്ക്ക് കൂടുതൽ ഉപയോഗമുള്ളത്. ഇത്രയേ ഉള്ളൊരു മാർക്കറ്റാണ്. അത് ചൈനയുടെ ഗുഡ്സ് നമ്മൾ അത്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ മാർക്കറ്റ് ഇല്ലാതാകുന്നതിൽ അവർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഈ പ്രൊഡക്ഷനൊക്കെ എവിടെ പോയി? എവിടെയെങ്കിലും വിൽക്കണ്ടേ? ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും വിറ്റാലല്ലേ അവർക്ക് ആ ഫാക്ടറിക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ലാതാക്കുന്നത് അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയാണെങ്കിലും എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും എടുക്കില്ല. ഇത് ബൈലാറ്ററൽ അല്ലല്ലോ, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വഴക്കല്ലല്ലോ, ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഴക്കാണ്. അതിൽ അവർ സപ്പോർട്ട് ചെയ്യും പാകിസ്ഥാനെ, സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയും മോറലിയും, മേ ബി പൈസ കൊടുത്തും, മേ ബി ആയുധങ്ങൾ കൊടുത്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തേക്കും. അതിൽ കൂടുതൽ അവർ ചെയ്യുമെന്ന് എനിക്ക് ഗോയിങ് ബൈ ദ റെക്കോർഡ് അവർ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ നമുക്കറിയാൻ യാതൊരു ചാൻസും ഇല്ല. അദ്ദേഹം മാറിയോ, അസീം മുനീർ അറസ്റ്റിലാണോ, അസീം മുനീർ അമേരിക്കയിൽ പോയോ എന്ന് നമുക്കറിയാൻ ഇപ്പോൾ അറിയാൻ യാതൊരു ചാൻസില്ല. ഞാൻ ഇൻ്റലിജൻസ് ബ്യൂറോ അല്ല, ഞാൻ റോ അല്ല. നമ്മളിവിടെ പത്രം വായിച്ചും TV കണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അല്ലാതെ അറിയാൻ വഴിയില്ല, യാതൊരു ചാൻസും ഇല്ല. അവർ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അസീം മുനീറിനെ അറസ്റ്റ് ചെയ്യുകയോ ചീഫിൻ്റെ പൊസിഷനിൽ നിന്ന് മാറ്റുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിത് പുറത്ത് വിടാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും പുറത്ത് വിടില്ല. ഈ കലഹമൊക്കെ തീരുന്നിടം വരെ അവർ ഒരിക്കലും പുറത്ത് വിടില്ല. സോ നമ്മൾ ആണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. സർ, ഇന്നലെ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ 2 ആണ്. എന്ത് വേണമെങ്കിലും പറയാം. ആക്ച്വലി സിന്ദൂർ സാധാരണഗതിക്ക് നമ്മുടെ ഓപ്പറേഷൻ പറയുമ്പോൾ ഓരോ ഓപ്പറേഷൻ പറയുന്നത് നമ്മളൊരു ഉദ്ദേശം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിക്ക് ആർമിയിൽ ഒരു ഓപ്പറേഷൻ ഇന്നത് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഉദ്ദേശം, എയിം ഉണ്ടായിരിക്കുമല്ലോ. ആ ഓപ്പറേഷൻ ഒരു എയിം ഉണ്ടാകും. ആ എയിം അച്ചീവ് ചെയ്യുന്നിടം വരെ അതേ ഓപ്പറേഷനാണ് വരുന്നത്. ആ ഓപ്പറേഷൻ്റെ പേരിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇപ്പം കാർഗിൽ യുദ്ധത്തിൻ്റെ ഇതുപോലെ ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് അതിൽ ഓരോ യുദ്ധങ്ങളും 2 ആണോ 3 ആണോ എന്ന് പോയിട്ടില്ല, അതെല്ലാം വിജയ് എന്നുള്ള എംബ്രല്ല ടേമിന് അകത്തുള്ളതാണ് ഇതെല്ലാം. അതുപോലെ ഇതും സിന്ദൂർ എന്നുള്ളൊരു മേജർ ഓപ്പറേഷൻ. ഇതിൻ്റെ എയിം എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അവർ ഗവൺമെൻറ് അത് പുറത്ത് വിട്ടിട്ടില്ല, എന്താണ് അൾട്ടിമേറ്റ് എയിം എന്നുള്ള കാര്യം പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ അത് തീർന്നു കഴിയുമ്പോഴത്തേന് ഇതൊക്കെ അതിൽ ഇപ്പോൾ ഒരു ഓപ്പറേഷനകത്ത് തന്നെ ചെറിയ ചെറിയ ഫേസസ് ഉണ്ടാകും. ഇത് അച്ചീവ് ചെയ്ത് ഇത് ഇത്രയും സാധിച്ചു കഴിയുമ്പോൾ അടുത്തത് ചെയ്യണം. ഇത് സാധിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാനൊക്കെ? അങ്ങനെ പ്ലാനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തണമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം, പരുത്തിപ്പാറ അല്ലെ നമുക്ക് അവിടെ റോഡിൽ ചെല്ലണം, സ്വന്തമായിട്ട് വണ്ടിയിൽ ഓടിക്കുകയാണെങ്കിൽ അവിടുന്ന് ലൈറ്റ് ക്രോസ് ചെയ്ത് പോകണം. ഇതൊക്കെ ഓരോ സ്റ്റേജസ് അല്ലേ. അതുപോലെ ഈ ഓപ്പറേഷൻ്റെ ചില സ്റ്റേജസാണിത്. ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് ഉദ്ദേശിച്ചു. ഇപ്പം നമ്മൾ അതിനെ ഇച്ചിരി ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ മിസൈൽ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്തത് കൊണ്ട് എന്താണ് അത്രയും മാത്രം ലിമിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? അവിടെ കൊണ്ട് പാകിസ്ഥാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടെ അങ്ങ് നിർത്താൻ നോക്കുക. ഇല്ല, പാകിസ്ഥാൻ ഇപ്പം നമ്മൾ കണ്ട പോലെ അവർ തിരിച്ചടിച്ചത് സൈനിക ടാർഗറ്റ്സിലേക്കാണ് ശ്രമിച്ചത്. അത് നമ്മൾ നിഷ്ഫലമാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരാണ് സൈനിക ടാർഗറ്റ്സ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ സൈനിക ടാർഗറ്റ്സിനെ എൻഗേജ് ചെയ്തു. അപ്പോൾ ഇതൊരു വേറൊരു ഘട്ടം, വേറൊരു പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അത്രേ പറ്റുള്ളൂ. വേറൊരു ഘട്ടം. ഞങ്ങൾ ആർമി ടേംസിൽ പറയുന്നത് ഒരു ഫേസ് എന്ന് പറയാം. ഒരു ഫേസാണ് ഇതൊരു നെക്സ്റ്റ് ഫേസ്. പിന്നെ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിയിട്ട് അടുത്ത ചെയ്യുന്ന അങ്ങനെ ഒരു ഫേസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ എവിടെയെങ്കിലും ഒരു ഷിംല അഗ്രിമെൻറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ എൻറ്റയർ ഓപ്പറേഷൻ തീർന്നു എന്ന് പറയാം.
അപ്പോൾ അതിൻ്റെ പല ഘട്ടങ്ങളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സിന്ദൂർ 2 ആണെന്ന് ചോദിച്ചാൽ ആയിരിക്കാം, എനിക്കറിഞ്ഞൂടാ. സാർ, ആദ്യം മുതലേ നമ്മൾ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വന്നതാണ്. ആണവായുധം പ്രയോഗിക്കുമോ അവർ? പലപ്പോഴും ആണവായുധ ഭീഷണി മുഴക്കിയതാണ് പാകിസ്ഥാന്റെ നേതാക്കൾ. ആണവായുധം ഉണ്ടായപ്പോൾ ആദ്യത്തെ 2 ബോംബിട്ട് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് അമേരിക്കൻ റഷ്യ ആണല്ലോ ലീഡിങ് പവേഴ്സായിട്ട്, അവരാണ് മാക്സിമം ബോംബുകൾ ഉണ്ടാക്കിയത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ പ്രയോഗിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആണവായുധങ്ങൾ ആക്ച്വലി പ്രയോഗിക്കാനുള്ളതല്ല, അത് കാണിച്ച് പേടിപ്പിക്കാനുള്ളതാണ്. ആണവായുധങ്ങളുണ്ടെന്നും പ്രയോഗിച്ചാൽ പിന്നെ അതിൻ്റെ ഇഫക്റ്റ് തീർന്നില്ലേ. ചൈനക്ക് ഒരു സമയത്ത് ആണവായുധങ്ങളില്ലായിരുന്നു. അമേരിക്കക്കാരെ അവരെ പേടിപ്പിക്കുമായിരുന്നു, ഭയപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു, ഞങ്ങളുടെ ആണവായുധം കൊണ്ട് ഞങ്ങൾ പ്രയോഗിക്കുമെന്ന്. അപ്പം മാവോ ആ സമയത്തുണ്ടായിരുന്ന ചൈനീസ് നേതാവ് മാവോ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്, വായിച്ചിട്ടുണ്ട് എവിടെയോ, നിങ്ങളൊരു ആണവായുധം പ്രയോഗിക്കും, അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേരും, ഒരു 20,000 പേരെ കൊല്ലും, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം പേരെ കൊല്ലും. ചൈനയിൽ ഇനി പിന്നെയും ബാക്കിയുണ്ടാവും, അതുകൊണ്ട് ആണവായുധം കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ ആണവായുധത്തിൻ്റെ ഉപയോഗം ബേസിക്കലി ത്രെറ്റൻ ചെയ്യാനാണ്, ഭയപ്പെടുത്താനാണ്. ആണവായുധം പ്രയോഗിക്കാം, അതിനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് എതിർ സൈഡ് അത് കണക്കാക്കി അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാം എന്നുള്ള, അതിനാണ് ആണവായുധത്തിൻ്റെ ഉദ്ദേശമേ അതാണ്. പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് തീർന്നു, ഒരിക്കലും ഉപയോഗിക്കാൻ ഒക്കുള്ളൂ. അല്ലേ അവരുള്ളത്രേ ഉപയോഗിച്ചെന്നിരിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കയ്യിലും ആണവായുധം ഉണ്ടെന്നുള്ള സ്ഥിതിക്ക്, ഇന്ത്യ പറഞ്ഞേക്കുന്നത് നമ്മൾ ആദ്യം ആണവായുധം ഒരിക്കലും ഒരിടത്തും ഉപയോഗിക്കില്ല, പക്ഷെ ഞങ്ങളുടെ എഗൻസ്റ്റായിട്ട് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യ ആണവായുധം കൊണ്ട് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം റിട്ടേൺ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്തേക്കും. അതാണ് നോ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ത്യ എങ്ങനെ എവിടെയൊക്കെ പ്രയോഗിക്കും, ഇവർ ഏതൊക്കെ വെപ്പൺ ഉപയോഗിക്കും, എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം പാകിസ്ഥാൻ അറിയില്ലല്ലോ. കമ്പയർ ചെയ്യുമ്പോഴത്തേനും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എല്ലാ സൈസിലും ഇന്ത്യ വളരെ 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 വലുതാണ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു 5 ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ആണവായുധം ഒരു ത്രെറ്റ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീതി എന്ന നിലയ്ക്ക് യൂസ്ഫുൾ ആണ്, അല്ല അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. റഷ്യ ഇന്ത്യക്കൊപ്പം തന്നെ നിലയുറപ്പിക്കും. ചെയ്തു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, പുടിൻ പറഞ്ഞല്ലോ, റഷ്യ ഇന്ത്യക്കൊപ്പം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാ രാജ്യങ്ങളും അവരുടെ സ്വാർത്ഥത്തിനാണ് വേറൊരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ പണ്ടൊരു കാലത്ത് നമ്മൾ വിശ്വസിക്കുന്ന പോലെ ധാർമ്മിക രോഷം വെച്ചിട്ടൊന്നുമല്ല, എല്ലാവരും അവരുടെ താല്പര്യം വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യ ലോകം മുഴുവൻ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കാതിരുന്നപ്പോൾ, എണ്ണ വാങ്ങിക്കാതിരുന്നപ്പോൾ ഇന്ത്യയാണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇപ്പം ഇന്നലെ രാത്രി നടന്ന പാകിസ്ഥാൻ ലോഞ്ച് ചെയ്ത മിസൈലുകളും എയർക്രാഫ്റ്റും ഒന്നും ഫലപ്രദമാകാതെ എന്തുകൊണ്ടാണ്? റഷ്യയുടെ ഒരു എയർ ഡിഫൻസ് മെക്കാനിസം, എയർ ഡിഫൻസ് വെപ്പൺ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ്, നമ്മൾ വാങ്ങിയതാണ്. അത് വാങ്ങിയത് തന്നെ അമേരിക്കക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു, അവരതിനെപ്പറ്റി ഒരുപാട് ചെയ്തതാണ്. S-400 എന്ന് പറയുന്ന സാധനം. അതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്തത്. എന്തൊക്കെയാണ് നടന്നത്, എവിടെയൊക്കെ എത്ര എണ്ണം താഴെ വീഴ്ച എന്നുള്ളത്. ഇൻഎഫക്റ്റീവ് ആയത്, പാകിസ്ഥാൻ്റെ അറ്റാക്ക് ഇൻഎഫക്റ്റീവ് ആയത്. അപ്പോൾ റഷ്യ തീർച്ചയായും നമ്മുടെ കൂടെയാണ്. ആൻഡ് നമുക്ക് കാണാവുന്നത്രയും ദൂരം അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ പക്ഷം. അമേരിക്കൻ നിലപാടൊപ്പം എന്തായിരിക്കും സാർ? അമേരിക്കൻ നിലപാടും ഇപ്പം തൽക്കാലം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും അമേരിക്ക എല്ലായിടത്തും ലോകത്തിൻ്റെ പോലീസുകാരനാവണ്ട എന്നാണ്. എവിടെയെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അമേരിക്കക്കാരോട് പറഞ്ഞ് ചെയ്യുമ്പോൾ അമേരിക്കക്കാർ പോയി ഇടപെട്ട് അത് ശരിയാക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. ഇത് ശരിയാക്കി കഴിഞ്ഞാലും ആളുകൾ തിരിച്ച് താങ്ക് യു പോലും പറയുന്നില്ല. ശരിയാക്കിയില്ലെങ്കിൽ അത് അമേരിക്കക്ക് പഴിയാവുകയും ചെയ്യുന്നു. അമേരിക്ക കാശ് ചിലവാക്കുകയും ചെയ്യും, അമേരിക്ക അത് പഴിയാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിൻ്റെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ഇങ്ങനെ കാര്യങ്ങളിലൊന്നും ഒരുപാട് ഇടപെടേണ്ട, സഹായം ചെയ്യണമെങ്കിൽ ചെയ്യാം, കൗൺസിൽ അഡ്വൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിൽ കൂടുതൽ ഇടപെടേണ്ട എന്നുള്ള സിറ്റുവേഷനിലാണ് അമേരിക്ക എപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയും വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് 71 അവർ
കപ്പലൊക്കെ അയച്ചിരുന്നു ഇന്ത്യയെ പേടിപ്പിക്കാനായിട്ട്. അതൊന്നും ഇനി സംഭവിക്കാൻ തോന്നില്ല.